അദ്ദേഹത്തിനെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുക. കൂടുതൽ തെളിവുകൾ പുറത്തു വരികയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ ഇപ്പോഴത്തെ അച്ചടക്ക നടപടി കുറെ കൂടെ കടുപ്പിക്കുന്ന തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇവിടെ വേണ്ടത് ഈ ശബ്ദരേഖയല്ല, യാഥാർത്ഥ്യം മനസ്സിലാക്കി നടപടികളിലേക്ക് പോകേണ്ട പോലീസാണ്. അതിനവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അത് ചെയ്യുന്നതിന് പകരം ഈ വിഷയം വലിച്ചു നീട്ടിക്കൊണ്ടുവല്ല വേണ്ടത്. ജനത്തിനുണ്ടായ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഗവൺമെന്റാണ്. ആ ചുമതല ഗവൺമെന്റ് നിർവഹിക്കണം. അതല്ലാതെ ഇടയ്ക്കിടയ്ക്കുള്ള ശബ്ദരേഖകളെല്ലാം വേണ്ട, ആക്ഷനാണ് വേണ്ടത്. അങ്ങനെ ആക്ഷൻ എടുത്താൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പാർട്ടി നീങ്ങും. അപ്പോൾ ഗവൺമെന്റാണ് ആക്ഷൻ എടുക്കേണ്ടത്. അതിനു പകരം മന്ത്രിമാർ വെറും പ്രസ്താവനകൾ കൊണ്ട് കാര്യങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. അവരുടെ കയ്യിലാണ് നിയമത്തിന്റെ കടിഞ്ഞാൻ. അത് ആക്ഷൻ എടുക്കട്ടെ. പാർട്ടിയിലില്ല എന്ന് പറയും, സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും കണ്ണാടിയിൽ ഉൾപ്പെടെ പാർട്ടി പരിപാടികളിൽ സജീവമാണ് രാഹുൽ. കഴിഞ്ഞ ദിവസം ഭീഷണി നേരിട്ടു എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയി കാവലിരുന്നതും രാഹുലാണ്. അപ്പോൾ ഇത് പാർട്ടി നേതൃത്വം അറിയുന്നില്ലേ, അതോ ഇങ്ങനെയൊക്കെ മതി എന്ന് തീരുമാനിച്ചിട്ടാണ്? പാർട്ടി സസ്പെൻഡ് ചെയ്തോടെ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല. പാർട്ടിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പറയേണ്ടത് KPC പ്രസിഡന്റാണ്, പ്രതിപക്ഷ നേതാവാണ്. അവർ രണ്ടുപേരും രാഹുലിനെ ന്യായീകരിക്കുന്ന യാതൊരു സ്റ്റേറ്റ്മെന്റും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടിയില്ലാത്ത ഒരാൾക്കെതിരെ ഇനി കൂടുതൽ, ഇപ്പോൾ സസ്പെൻഷനാണ്, അത് കൂടുതൽ നടപടികളിലേക്ക് പോകണമെങ്കിൽ വ്യക്തമായ തെളിവോടുകൂടിയിട്ടുള്ള ആക്ഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഇതിൽ ഈ ജനങ്ങൾ എന്താണ് കരുതേണ്ടത്? കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പാർട്ടി പറയുന്നു, പക്ഷേ സസ്പെൻഡ് ചെയ്ത വ്യക്തി ഇലക്ഷൻ അടക്കം പ്രചരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നു. അപ്പോൾ എന്താണ് ജനങ്ങൾ കരുതേണ്ടത്? എത്ര നാളാണ് സസ്പെൻഷൻ എന്ന് പോലും പാർട്ടി വ്യക്തമാക്കുന്നില്ല. അത് കൂടുതൽ തെളിവുകൾ ലഭിച്ച് മറ്റ് ആക്ഷനിലേക്ക് പോകുമ്പോൾ സസ്പെൻഷൻ പുറത്താക്കലാവും. പക്ഷെ ഇപ്പോൾ അതിന് തക്കവണ്ണം ഒരു ആക്ഷൻ ഗവൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ ഈ സമയങ്ങളിൽ? എപ്പോഴെങ്കിലും ഇതുവരെയായിട്ടൊന്നും നടന്നിട്ടില്ല. കാരണം തിരിച്ചെടുക്കേണ്ട KPC പ്രസിഡന്റാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു നടപടികളിലേക്കും പോയിട്ടില്ല. പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആർക്ക് വേണമെങ്കിലും പ്രചരണം നടത്താം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വേദിയിലും പാർട്ടി പങ്കെടുപ്പിച്ചിട്ടില്ല. KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കാതിരിക്കുമ്പോൾ പാലക്കാട് DCC അധ്യക്ഷൻ ഉൾപ്പെടെ ഞാൻ കോൺഗ്രസിന്റെ സുപ്രീം KPCC പ്രസിഡന്റാണ്. അദ്ദേഹമോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറിമാരോ പറയാത്തൊരു കാര്യം മറ്റാരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം പാർട്ടിക്കില്ല. ഞങ്ങൾ ആരും ന്യായീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അതല്ലാതെ ആരെങ്കിലും എവിടെ നിന്നും പറഞ്ഞാൽ അതിനൊന്നും പാർട്ടി മറുപടി പറയേണ്ട ആവശ്യമില്ല. പാർട്ടി കാര്യങ്ങൾ KPC പ്രസിഡന്റ് തീരുമാനിക്കും. നടപടി എടുക്കേണ്ടത് സർക്കാരുമാണ്. രണ്ടും അതിന്റെ ഒഴുക്കി നടക്കണം. KPCC പ്രസിഡന്റ് വാക്കിന് വില കൊടുക്കാത്തതാണോ VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെ? അല്ല, അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളാണ്. പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിക്ക് നടത്താനുള്ള കഴിവ് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതിന് ആരുടെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇങ്ങനെയുള്ള സദസ്സുകളിൽ എത്തരുത് എന്നുള്ളത് എന്തുകൊണ്ടാണ് പാർട്ടി പറയാൻ മടിക്കുന്നത്? അത് അതിനെ സംബന്ധിച്ച് അങ്ങനെ വല്ല പരാതിയും വന്നാൽ പാർട്ടി കാര്യത്തിൽ നടപടി സ്വീകരിക്കും. അത് KPC പ്രസിഡന്റ് അറിയിക്കേണ്ടവർ അറിയിക്കും. ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള പരാതി അത് ഗൌരവകരമാണ് എന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? എങ്ങനെ? ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള ഈ ഓഡിയോ ക്ലിപ്പ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകൾ, ഇതൊക്കെ ഗുരുതരമായ ഒരു വിഷയമാണ് എന്നുള്ളത് അങ്ങ് ചിന്തിക്കും? ഞാൻ പറയുന്നത് ആക്ഷൻ വന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതിന്റെ ആക്ഷൻ വരട്ടെ, അത് ഗവൺമെന്റ് എടുക്കട്ടെ. പിന്നെ ഇലക്ഷന് വേണ്ടി മാത്രമുള്ള അഭ്യാസങ്ങളാവരുത്. കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. അത് ആരാണെങ്കിലും X or Y എന്ന് ഞാൻ പറയുന്നില്ല. അത് ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കേണ്ടത്. കാരണം അതെനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് ആണ് എടുക്കേണ്ടത്. ഈ ഒരു ഓഡിയോ പുറത്തു വരുമ്പോൾ അത് ഇലക്ഷൻ തന്ത്രം എന്ന് പറഞ്ഞ് തള്ളുന്നത് എത്രത്തോളം ശരിയാണ്? ഒരു പെൺകുട്ടി ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കേണ്ടത്. ഏതാണ് പെൺകുട്ടി ആർക്കും അറിയില്ല. അതുകൊണ്ട് പാർട്ടി അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പാർട്ടി പറയുന്നത് സർക്കാർ എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എടുത്താലും, ആ കാര്യത്തിൽ ഏത് ആക്ഷൻ എടുത്താലും കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി പോകും. ഇപ്പോൾ അതിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഞങ്ങളല്ല, ഗവൺമെന്റാണ്. അത് രാഹുലിനോട് ചോദിക്കണം. അല്ല, ഇത് അങ്ങനെ പുകമറ കാണിച്ച് ഇലക്ഷൻ ജയിക്കാന്ന് ഇടതുപക്ഷോ BJPയോ കരുതണ്ട. പാലത്തായി കേസിൽ ഒരു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ
ആ പെൺകുട്ടിയെ ദ്രോഹിച്ച അധ്യാപകനെ പുറത്താക്കിയപ്പോൾ അധ്യാപകന് വേണ്ടി RSS ഭാഷയിൽ സംസാരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല കോൺഗ്രസിനുള്ളത്. തെറ്റാര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടും. പിന്നെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി കാണുന്നത്? പോലീസാണ് ആക്ഷൻ എടുക്കേണ്ടത്, സർക്കാരാണ് ആക്ഷൻ എടുക്കേണ്ടത്. പോലീസിന്റെ കടിഞ്ഞാൺ സർക്കാരിന്റെ കയ്യിലാണ് ഇരിക്കേണ്ടത് ഉള്ളത്. അത് ആക്ഷൻ എടുത്താൽ പാർട്ടിയും നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ആരും കോൺഗ്രസ് പാർട്ടിയുടെ വേദികളിൽ ഇദ്ദേഹത്തെ കൊണ്ടിരുത്തിയിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി നടപടി വോട്ട് ചോദിക്കാനായി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി രാഹുൽ ഇറങ്ങിയതാണ് എന്നാണ് പറയുന്നത്. കെ മുരളീധരനാണ് ഏതായാലും ഈ വിഷയത്തിൽ ഒരു ദീർഘമായ പ്രതികരണത്തിന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന് പറയേണ്ടി വരും. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഇപ്പോൾ കെ മുരളീധരൻ മാത്രമാണ് എന്തെങ്കിലും പ്രതികരിച്ച് കണ്ടത്, മറ്റുള്ളവരാരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഉറപ്പായും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതിനകത്ത് പ്രതികരിക്കേണ്ടി വരും എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും ലക്ഷ്മി, അതാണ് നമ്മൾ പറയുന്നത്. കാരണം നേരത്തെ VD സതീശനും KPCC പ്രസിഡന്റും പറഞ്ഞൊഴിഞ്ഞെങ്കിൽ പോലും ഇനിയുള്ള സമയങ്ങളിൽ അവർക്ക് കൃത്യമായി പറയേണ്ടി വരും. കാരണം അപ്പോൾ അവർ പറഞ്ഞത് ഒരു പാർട്ടി യോഗത്തിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആ ശബ്ദരേഖ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനി അത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ്. ഇപ്പോൾ കെ മുരളീധരൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു മറുപടിയാണ്. ഇനി അതിനകത്ത് സർക്കാരാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ കേസെടുക്കേണ്ടത് പോലീസാണ്, സർക്കാരാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് നേരത്തെ തന്നെ ലക്ഷ്മി, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര ഒരു നടപടി നേരിട്ടും അങ്ങനെ ഒരു നടപടി പോലും അത്ര നടപടി നേരിട്ടില്ല എന്ന ഭാവത്തിലാണ് പാലക്കാട് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ അതൃപ്തിക്ക് കാരണമായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, ഇത് വലിയൊരു PR ടീം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുലിനെ വിമർശിക്കുന്ന ആളുകൾക്ക്, അത് കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ പോലും, നമ്മൾ മുൻപ് ശബ്ദരേഖ വന്ന സമയത്തെല്ലാം തന്നെ രാഹുലിനെതിരെ പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അവർക്കെതിരെ പോലും സൈബർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് പോലും ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പരസ്യമായി പറയാൻ പല ആളുകളും മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ അതൃപ്തി കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഒന്ന്, ഈ വിഷയത്തിൽ ഒരു നടപടി നേരിട്ട ഒരാൾ അങ്ങനെ ഒരു നടപടി പോലും നേരിട്ടില്ല എന്ന ഭാവത്തിൽ നടക്കുന്നു. കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ സജീവമായി നിൽക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പ്രാദേശികമായ സ്ഥാനാർത്ഥി നിർണയം, അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതെല്ലാം അവിടുത്തെ DCC പ്രസിഡന്റ് ഇടപെടുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതിലെല്ലാം തന്നെ വലിയ അതൃപ്തി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്ന ഈ ശബ്ദരേഖ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ കുട്ടിയെ നിർബന്ധിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനുശേഷമാണ് അവരോട് വളരെ ക്രൂരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഇത് കേവലം രാഷ്ട്രീയ വിഷയം മാത്രമല്ലെന്നും സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നും മന്ത്രി. സസ്പെൻഷൻ നടപടി കടലാസിൽ മാത്രമാണോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒളിച്ചുകളിയാണെന്നും V ശിവൻകുട്ടി പറഞ്ഞു. കുറ്റാരോപിതനായ വ്യക്തിയെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കുവാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും? ഇത് കേരളത്തിലെ സ്ത്രീകളോടും വോട്ടർമാരോടും കാണിക്കുന്ന വെല്ലുവിളിയാണ്. സ്വന്തം പാർട്ടിയിലെ ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്രയും വലിയ ആരോപണം ഉയരുമ്പോൾ അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെയെങ്കിലും ഇദ്ദേഹത്തെ മാറ്റി നിർത്തുവാനുള്ള ജനാധിപത്യ മര്യാദ കോൺഗ്രസ് കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അധികാരം നേടാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്ന കോൺഗ്രസിന്റെ അധാർമിക രാഷ്ട്രീയമാണ് ഇതിലൂടെ വെളിവാക്കുന്നത്.